കണ്ടിരുന്നു. ഞാനാണ് അവിടെ രക്ഷപ്പെട്ട ടൈമിൽ, കറക്റ്റ് ടൈമിൽ, കത്തിയ ടൈമിൽ ഞാനാണ് പോയിരുന്നത്. ഏതായാലും ആൾക്കും ആൾഭയമൊന്നും ഇല്ലാതെ എല്ലാവരും രക്ഷപ്പെടുത്തി. ആ സമയത്താണ് ഈ ശരീരം കത്തി കഴിഞ്ഞ കരികളെല്ലാം വെള്ളയിച്ചപ്പോൾ അത് മേത്തേക്ക് വീണിട്ട് ഇതായതാണ്. ചെറിയ ചെറിയ പൊള്ളലുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപകടകരമായിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയൊരു ചില്ലറ ഇതുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എല്ലാവരും രക്ഷപ്പെട്ടി. ബേബിയുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം വെള്ള ടൈമിൽ കറക്റ്റ് എത്തി, മേലേക്ക് എത്തിയതാണ് അതൊരു ഇതാണ്. ഏതായാലും അതൊക്കെ കറക്റ്റ് പക്ക ഫിറ്റിംഗ് ആയതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എളുപ്പമായിരുന്നു. അല്ല, ഇപ്പൊ നമുക്ക് കിട്ടിയ പ്രാഥമിക വിവരം അനുസരിച്ചിട്ട് ഒരു AC ചില്ലർ പ്ലാന്റിലെ ഒരു ഷോർട്ട് സർക്യൂട്ട് എന്നാണ്. ബാക്കി വിശദമായിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഒന്നുമില്ല. എന്തോ ഇല്ല, ഈ ഫ്ലോറിൽ രോഗികൾ ഇല്ലായിരുന്നു എന്നാണ് അറിഞ്ഞത്. 8th ഫ്ലോറിൽ അവരൊരു പ്രിക്കോഷണറി മെഷർ അവർ 6th ഫ്ലോറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ശരി. നിലവിൽ ഡെപ്യൂട്ടി കളക്ടറാണ് ഇപ്പോൾ സ്ഥലം സന്ദർശിക്കാൻ എത്തിയിട്ടുള്ളത്, അപകട സ്ഥലം സന്ദർശിക്കാൻ എത്തിയിട്ടുള്ളത്. ഇവരിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ 8ാം നിലയിൽ ഉണ്ടായിരുന്ന രോഗികളെ ഇതിന്റെ ഭാഗമായി 6ാം നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ്. നമുക്ക് ഇതിനെ സംബന്ധിച്ച് ബേബി മെമ്മോറിയലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നഗരത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ധാരാളം രോഗികൾ വരുന്ന ഒരു സ്ഥലവുമാണ്. അത്തരത്തിൽ നമ്മൾ ഈ ഉയർന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം കൂടിയായിരുന്നു. എന്താണ് ഇത്തരത്തിലൊരു പുകയ്ക്ക് കാരണം, തീ ഉണ്ടാകുന്നതിന് കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ പുറത്തു വന്നിരുന്നില്ല. എന്തായാലും ഇപ്പോൾ 9ാം നിലയിൽ AC സംവിധാനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെയുള്ള മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള ഈ ജോലികളും മറ്റും നടക്കുന്ന ഒരു സ്ഥലത്ത് രാവിലെ 9:30 ഏകദേശം 9:30 ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 8ാം നിലയിൽ പ്രധാനമായും പ്രസവാർഡ് അടക്കമുള്ള ഒരു സ്ഥലമായിരുന്നു 8ാം നില. ഇവിടെ നിന്ന് രോഗികളെ 6ാം നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ MP അടക്കം നേരത്തെ ഈ അപകട സ്ഥലം സന്ദർശിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രോഗികളെ പൂർണ്ണമായി ഇവിടുന്ന് മാറ്റി എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഈ സമയത്തൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഈ ജീവനക്കാരാണ് ഈ പുക വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പുക വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഇല്ല, അത് AC പ്ലാന്റിൽ എന്തോ ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് തോന്നുന്നത്. മുകളിൽ ആളുകൾ അധികം പോകുന്ന സ്ഥലമൊന്നുമില്ല. അല്ല പേഷ്യനെ കിടത്തുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ടെക്നീഷ്യൻസ് ഉണ്ടാവും, AC സ്റ്റാഫ് അവരൊക്കെ ഉണ്ടാവും. രോഗികൾ ഇപ്പോൾ 8ാം നിലയിൽ നിന്ന് എങ്ങോട്ടാ മാറ്റി? വേറെ ഫ്ലോറിലേക്ക് മാറ്റിയിട്ട് ഇവിടെ അതിൻ്റെ ട്രാജ് ഏരിയ ഉണ്ട്, അവിടേക്ക് മാറ്റിയിട്ടുണ്ട് പേഷ്യൻസിന്. ഇവിടെ CAത്ത് മെഡിസിൻ വാർഡ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്തായാലും ഈ സമയത്തൊക്കെ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു? ഈ സമയത്ത് പുകയേറുന്ന സമയത്ത് ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചത് എന്നറിയോ? ഇല്ല, നമ്മൾ കണ്ടപാടെ കോഡ് വിളിച്ചു, പേഷ്യനെ ഷിഫ്റ്റ് ചെയ്തു. പുറത്തുനിന്ന് ആളുകളാണ് വിവരം തന്നത് ഇത്തരത്തിൽ പുകയേറുന്നു? ഇല്ല, ഞങ്ങൾ കണ്ടായിരുന്നു. ഞങ്ങളുടെ പേഷ്യൻസ് ആയിട്ട് നിൽക്കുമ്പോഴേ ഞങ്ങൾക്ക് കാണായിരുന്നു. ഞങ്ങൾ അപ്പോഴേ കോഡ് അനൗൺസ്. അകത്തേക്ക് പുക വരുന്നുണ്ടായിരുന്നു? ഇല്ല, അകത്തേക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. പുറത്തേക്കാണ് പുക പോയത്, അപ്പം തന്നെ മാറ്റി. എന്തായാലും രോഗികളെ ഇവിടുന്ന് പൂർണ്ണമായും ഈ ഒരു ഇതിന്റെ ഭാഗമായി രോഗികളെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും മെഡിസിൻ ഈ പ്രസവാർഡ് അടക്കമുള്ള സ്ഥലമാണ് ഈ 8ാം നില എന്ന് പറയുന്നത്. 9ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ബേബി മെമ്മോറിയലിന്റെ പുതിയ കെട്ടിടം. ഇവിടെ എന്താണുള്ളത്? മെഡിക്കൽ വാർഡാണ്. മെഡിക്കൽ മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ. ആളുകളുണ്ട്, പേഷ്യൻസ് ഉണ്ടായിരുന്നു. പേഷ്യൻസിനെയൊക്കെ താഴോട്ടേക്ക് ഇറക്കി. ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. എന്തായാലും പ്രസവാർഡ് അല്ല, മെഡിക്കൽ ഭാഗമായി മെഡിസിനുള്ള സ്ഥലമാണെന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് പൂർണ്ണമായി ആളുകളെ 6ാം നിലയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. പുതിയൊരു കെട്ടിടമാണ് C ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായും അവിടെ കണ്ടിരുന്നു. ഞാനാണ് അവിടെ രക്ഷപ്പെട്ട ടൈമിൽ, കറക്റ്റ് ടൈമിൽ, കത്തിയ ടൈമിൽ ഞാനാണ് പോയിരുന്നത്. ഏതായാലും ആൾക്കും ആൾഭയമൊന്നും ഇല്ലാതെ എല്ലാവരും രക്ഷപ്പെടുത്തി. ആ സമയത്താണ് ഈ ശരീരം കത്തി കഴിഞ്ഞ കരികളെല്ലാം വെള്ളയിച്ചപ്പോൾ അത് മേത്തേക്ക് വീണിട്ട് ഇതായതാണ്. ചെറിയ പൊള്ളലുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപകടകരമായിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയൊരു ചില്ലറ ഇതുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എല്ലാവരും രക്ഷപ്പെട്ടി. ബേബിയുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം വെള്ള ടൈമിൽ കറക്റ്റ് എത്തി, മേലേക്ക് എത്തിയതാണ് അതൊരു ഇതാണ്. ഏതായാലും അതൊക്കെ കറക്റ്റ് പക്ക ഫിറ്റിംഗ് ആയതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എളുപ്പമായിരുന്നു. തീ അണക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല ഉപകാരത്തിൽ കൂടി വെള്ള ടൈമിൽ എത്തിയോണ്ട് നമ്മൾ വലിയ അപകടമൊന്നും ഇല്ലാതെ നമ്മൾ രക്ഷപ്പെട്ടു. ആൾക്കാർക്കാർക്കും അപകടമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷിഫ്റ്റ് ചെയ്തില്ല. ബേബിയിലൊക്കെ അതിലൊക്കെ നല്ല ഉഷാറാണ്. നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്ന് എല്ലാവർക്കും ആർക്കും അപകടകരമായ ബേബിയിൽ എത്താത്ത. ജോലി ചെയ്തോണ്ടിരിക്കുകയല്ലേ? ഞാൻ എൻ്റെ ഒരു പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റാണ്.
അപ്പോൾ അതിൻ്റെ സർജറിക്ക് വന്നത് രാവിലെ സർജറിക്ക് കൊണ്ടതിന് ശേഷമാണ് നമ്മൾ റൂമിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഈ ന്യൂസ് കേട്ട്. അപ്പോൾ നമ്മൾ മേലേക്ക് പോയപ്പോൾ നല്ല കത്തലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷനൊക്കെ കൊണ്ടുപോയി അവിടെ എത്തി എല്ലാവരും തീ അണക്കാനുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്തു. അതുകൊണ്ട് ആർക്കും അപകടകരമായ രീതിയിലൊന്നും ഉണ്ടായില്ല. ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരും മറ്റും തന്നെയാണ് തീ അണക്കാൻ ആദ്യം ഉണ്ടായിരുന്നത്. അത്ര പിന്നീട് ഫയർഫോഴ്സ് എത്തി പൂർണ്ണമായും തീ അണച്ചു. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ആർക്കും ആളപായമൊന്നുമില്ല, എല്ലാവരും രക്ഷപ്പെട്ടു.